Hello guys, welcome back to Yathrakkaran. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചലഞ്ച് വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല എന്റർടൈനിങ് ആണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര ഫണ്ണായിരുന്നു. അവരെല്ലാം ചിരിച്ച് മണ്ണ് കൊപ്പിന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര കാര്യം. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചലഞ്ച് വീഡിയോ ഒന്നും അല്ല. അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഭയങ്കര ഇഷ്യൂസ് ആണ് ഇപ്പം നമുക്ക് മാത്രമേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ മാക്സിമം സേഫായിട്ട് വീട്ടിലിരിക്കുക, വളരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പുറത്തിറങ്ങുക. ഇത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ഡെസേർട്ട് പ്രിപ്പറേഷൻ ആണ്. അതൊരു വലിയൊരു കുക്കിംഗ് വീഡിയോ ആണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതൊരു ചെറിയൊരു എന്താ വെച്ചോട്ടാ, ഒരു നമ്മളിപ്പം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് സത്യം നമ്മളിപ്പോ വെളിയിൽ ഔട്ട്സൈഡ് ഫുഡ് ഒന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ശരിയാണ്. പിന്നെ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തത് എന്റെ ബ്രദറും സിസ്റ്ററും ആണ്, റോഷിയും ബോബിയും ആണ് ഇത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ബോബി ചേട്ടനും റോഷിക്കും ഭയങ്കര വലിയ താങ്ക്സ് പറയുന്നു. ഒരു കുഞ്ഞു റെസിപ്പി, പക്ഷെ ഞങ്ങള് നോക്കിയപ്പോ അധികമായിരുന്നു ഈ റെസിപ്പി ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നല്ലൊരു കുഞ്ഞു റെസിപ്പി. അത് പിന്നെ കഴിക്കാൻ നമ്മൾ പ്രിപ്പറേഷൻ നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഐറ്റം നമുക്കിപ്പം റെസ്റ്റോറന്റിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്താ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. വളരെ ഒരു ചെറിയൊരു റെസിപ്പി. അപ്പൊ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് വെർമസെല്ലി വറുത്തെടുക്കണം. അപ്പൊ അതിന് നമ്മള് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. അപ്പൊ നെയ്യ് ചൂടായി. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെർമസെല്ലി ഇട്ട് കൊടുക്കാം. പണി പാളി ഗൈസ്, ഒരുപാടായി പോയി. നമ്മളിത് കുറച്ചങ്ങ് തിരിച്ചെടുത്തു. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണം, അത്രേ ഉള്ളൂ. ബ്രൗൺ കളർ ആവണ്ട അല്ലേ? നോക്കാം ഇതിപ്പോ എന്താവുമെന്നുള്ളത്. ചുമ്മാ കേസ് ദീപു ചേട്ടൻ പേടിപ്പിക്കണമെന്നാണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാലേ മതി. അറഞ്ചം പുറഞ്ഞോ ഓടിച്ചിട്ട് ഇപ്പൊ അതാ തിരിച്ചെടുത്ത്. എന്തായാലും നമുക്ക് നോക്കാം. പ്രശ്നമൊന്നുമില്ല, പക്ഷെ നെയ്യ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ നെയ്യില്ലാതെ ഇതെങ്ങനെ റോസ്റ്റ് ആവാനാണ്. അപ്പം നമ്മുടെ വെർമസെല്ലി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ദീപു ചേട്ടൻ വെറുതെ പേടിപ്പിച്ചത് സെറ്റായി. പിന്നെ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കണതാണ്. ഇപ്പൊ ഇത് 4 ഗ്ലാസ് പാലുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സഫ്രോണ്, സ്വർണത്തിനേക്കാളും വിലയുള്ളൊരു സാധനമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിക്കണം. അപ്പൊ ഇത് നന്നായിട്ട് തിളക്കട്ടെ. കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതെ, ആ കളർ വരുന്നുണ്ട്. ആ സഫ്രോൺ വേനെടുത്ത് കൊള്ളാല്ലേ? പെയിന്റ് ആണെന്നുണ്ടോ? കുങ്കുമപ്പൂ ഇടുമ്പോ കണ്ടോ ഒരു മഞ്ഞ കളറ് വരും ഈ പാലിന്. ഇനിയിപ്പം നമുക്ക് ഇതൊന്നുകൂടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് മറ്റേ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. അതെ, ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മിക്സ്. ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് നമ്മൾ അതിനകത്തേക്ക് ഒരു 4 ടീസ്പൂൺ ഷുഗറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മധുരം വേണമെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ 4 ടീസ്പൂൺ ഇട്ടിട്ട് മാത്രം മധുരം തോന്നിയില്ല. അപ്പൊ ഒരു 2 സ്പൂണും കൂടി ഇട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെർമസെല്ലി റോസ്റ്റിംഗ് കൂടി പോയോ എന്നൊരു നല്ല ടേസ്റ്റ് വരും. അപ്പൊ ഇനി ഇതിങ്ങനെ കിടന്ന് പറ്റണം അല്ലേ? ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? ഒരു സൗണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്ട് ഇത് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മൾ തീ ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് കുറച്ചു നേരം തണുക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഇത് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. നമുക്കിപ്പോൾ കുടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്.
അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു. ഇതപ്പോൾ ഈ ഫോമിൽ കിട്ടി. ഇച്ചിരി കട്ടിയായി പോയാൽ കുറച്ച് തണുത്ത പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് കസ്കസാണ്. അത് നമ്മൾ കസ്കസ് ഇങ്ങനെ വെക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളുടെ പ്രിപ്പറേഷൻ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊമഗ്രനേറ്റ് ഇടുന്നു. പിന്നെ കുറച്ച് ബദാം, പിന്നെ കാഷ്യൂ, പിന്നെ കുറച്ച് ഫ്രൂട്ട് എന്തോ ടൂട്ടി ഫ്രൂട്ടി അല്ലേ. പിന്നെ 2 ആപ്പിളിൻ്റെ പീസ്. പിന്നെ വീണ്ടും കുറച്ച് ഇടുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ടേസ്റ്റ് നോക്കുവാണ്. നമ്മളിത് ഫുൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ കസ്റ്റാർഡിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറയാവേ. കസ്റ്റാർഡിന്റെ ഒരു ഫ്ലേവർ നല്ല പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞു പിള്ളേർക്ക് നല്ല ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നല്ല ഇഷ്ടം പോലെ കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. Yeah.